ജനങ്ങളെ സഹായിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നതെങ്കിൽ ഈ അവർ ചെയ്യേണ്ട കാര്യം എന്താ? പെട്ടി ഓട്ടോറിക്ഷയിൽ നരേന്ദ്രമോദിയുടെ ബാനർ വെച്ചിട്ട് ഏതെങ്കിലും 10 സ്ഥലത്ത് കൊണ്ട് വിതരണം ചെയ്യലല്ലോ. ഭണ്ഡാർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ 14,900 വരുന്ന റേഷൻ കടകളുണ്ട്, 14,000 വരുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളുണ്ട്, നീതി സ്റ്റോറുകൾ എന്ന് പറഞ്ഞാൽ 10,000-20,000. അപ്പം ഞങ്ങൾക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഒരു 45,000 വരുന്ന ഔട്ട്ലെറ്റുകൾ ഇത്തരം കാര്യങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്ന പൊതുവിതരണ സംവിധാന ശൃംഖല ഇവിടെയുണ്ട്. കേന്ദ്രത്തിൻ്റെ കയ്യിലില്ല. കേരളം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനങ്ങളാണ്. അവിടെ ഭരിക്കുന്ന ആരാണെങ്കിലും ഈ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഞാൻ നരേന്ദ്രമോദി ഭരിച്ചാലും പിണറായി വിജയൻ ഭരിച്ചാലും ഈ സംവിധാനം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? സപ്ലൈക്കൊക്കെ അരി കൊടുക്കാൻ സൗകര്യം കൊടുക്കട്ടെ, എന്നിട്ട് അവർ പറയട്ടെ ഞങ്ങളും കൂടി ചെയ്തിട്ടാണ്, ഓക്കെ, നോ പ്രോബ്ലം, നമുക്ക് മത്സരിച്ച് കൊടുക്കാം. പക്ഷേ ഞങ്ങളെ അനുവദിക്കും. അത് ചെയ്യാതെ ഇവിടെ പിന്നെ വിലക്കയറ്റത്തിൻ്റെ ഉത്തരവാദികൾ ആരാണ്? സംസ്ഥാന ഗവൺമെൻറ് അല്ലല്ലോ. വിലക്കയറ്റം ഇവിടെ രാജ്യം മുഴുവനുള്ള പ്രതിഭാസമാണ്. അത് ഡിസംബറിൽ ഉണ്ടായ വിലക്കയറ്റമല്ല. അപ്പോൾ ഇലക്ഷന് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ പല വാഗ്ദാനങ്ങൾ നൽകുന്നു, അരി കൊടുക്കുന്നു, ഡൊപ്പി അരിയാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ ആളുകൾ പുഴുങ്ങലരി എന്നല്ല കൊടുക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ പുഴുങ്ങലരിയും കൊടുക്കാം, അവിടെ അതിൻ്റെ സംവിധാനം ഞങ്ങളിവിടെ ഉണ്ടാക്കാം. അപ്പോൾ അത് ചെയ്യാതെ ഈ ഡൊപ്പി അരി കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാവില്ലേ? ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയം. മൂന്നാമത്തത്, ഇപ്പോൾ ലൂർദ് പള്ളിയിലൊക്കെ സ്വർണ്ണ കിരീടമൊക്കെ കൊടുത്തു, മണിപ്പൂരിലെ ചെറിയ ഡാമേജൊക്കെ അവിടെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം ഇന്ത്യ ക്യാമ്പിലുണ്ട്. 36% ആളുകൾ പറ്റി വിശ്വാസികൾക്കിടയിൽ ഒരു വിശ്വാസം. ആര് പറഞ്ഞത്? ഇന്ത്യ. അപ്പോൾ കുഞ്ഞാഞ്ഞൻ്റെ പാട്ട് നന്നായി എന്ന് കുഞ്ഞാഞ്ഞനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് ആരെ പറഞ്ഞ അവിടുത്തെ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളത്. ഇപ്പോഴും അവിടെ മനുഷ്യർക്ക് അവിടെ കിടക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമില്ല. പ്രചരണം വിഷയമാക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, നമുക്കിവിടെ നരേന്ദ്രമോദിക്ക് ഇവിടെ നിന്ന് 1.5 മണിക്കൂർ കൊണ്ട് മണിപ്പൂരിലെത്താലോ? അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, മണിപ്പൂരിലേക്ക് പോയില്ലല്ലോ. ഇവിടെ 2 പ്രാവശ്യം വന്നില്ലേ? വരുന്ന നല്ല കാര്യം, പ്രധാനമന്ത്രിക്ക് വരുമ്പോൾ നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, നിങ്ങളൊന്ന് ആലോചിക്കും, മണിപ്പൂരിലും മനുഷ്യർ തമ്മിൽ, അവിടുത്തെ BJP MP-മാർ പ്രത്യേകമായൊരു വിഭാഗത്തിൻ്റെ യോഗം ചേർന്നിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ മെയ്തൈ വിഭാഗത്തിൻ്റെതായ രീതിയിൽ സ്വന്തമായൊരു യോഗം ചേർന്ന് അവർ ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നു പറഞ്ഞാൽ കൃത്യമായ മതവൈര്യം അവിടെ ഉണ്ടാക്കിയിട്ട്. അപ്പം അതിൻ്റെ അർത്ഥം ഇതൊരു പരീക്ഷണശാലയാണ്. ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. BS, എനിക്കൊരു ചെറിയ ഇടവേള കൂടി വേണം. അപ്പം